ഈ വർഷത്തെ നീറ്റ് എക്സാമിന് ഞാൻ 670 എക്സ്പെക്ട് ചെയ്യുന്നത്. ഐ ആം വെരി ഹാപ്പി. ഞാൻ കൂടുതലും NCERT ഫോക്കസ് ചെയ്ത് തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ ഒരു വർഷം കൂടെ ഇനിയും റിപ്പീറ്റ് ചെയ്യണോ, ഒരു വർഷം കൂടെ കളയണോ എന്നൊക്കെ ആലോചിക്കുന്ന കുട്ടികളുണ്ടാവും. എനിക്ക് അവരോടാണ് പറയാനുള്ളത്. ഹായ്, എൻ്റെ പേര് അഫ്ര. ഞാൻ മലപ്പുറം വേങ്ങര ഭാഗത്താണ്. ഞാൻ ഹാർവസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിപ്പീറ്റ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഹാർവസ്റ്റിൽ ഇപ്പോൾ 4 വർഷമായി. +1 +2 അത് കഴിഞ്ഞ് ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്തു. റിപ്പീറ്റ് ചെയ്ത സമയത്ത് വിചാരിച്ചത്ര സ്കോർ ലഭിക്കാത്തതുകൊണ്ട് തന്നെ ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്യാൻ വിചാരിച്ചു. പലരും ഇനി വേറെ സ്ഥാപനം നോക്കിക്കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഹാർവസ്റ്റിലെ ടീച്ചേഴ്സിൻ്റെ ഒരു സപ്പോർട്ടും അവിടുത്തെ ഒരു വിശ്വാസം കാരണം ഞാൻ അവിടെ തന്നെ ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്യാൻ വിചാരിച്ചു. ആ സമയത്താണ് സൂപ്പർ റിപ്പീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ബാച്ച് ഹാർവസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സൂപ്പർ റിപ്പീറ്റേഴ്സ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫുൾ ടൈം ക്ലാസ് അല്ലാതെ കുറച്ചുകൂടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ക്ലാസ് ഡിസ്കഷൻ, ഇൻഡിവിജ്വൽ ഡൗട്ട് സെക്ഷൻ അങ്ങനെയായിരുന്നു. റിപ്പീറ്റ് ചെയ്ത സമയത്ത് എനിക്ക് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനോ NCERT വായിക്കാനോ സാധിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത സമയത്ത് എനിക്ക് സ്വന്തമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും സാധിച്ചു. ഞാൻ കൂടുതലും NCERT ഫോക്കസ് ചെയ്ത് തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. NCERTയിലെ എക്സസൈസ്, ഇൻഡെക്സ് ക്വസ്റ്റ്യൻ അതൊക്കെയായിരുന്നു ഞാൻ അധികം ഫോക്കസ് ചെയ്തിരുന്നത്. അൽഹംദുലില്ലാ ഈ വർഷത്തെ നീറ്റ് എക്സാമിന് ഞാൻ 670 എക്സ്പെക്ട് ചെയ്യുന്നത്. ഐ ആം വെരി ഹാപ്പി. പഠനത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും എനിക്ക് ഹാർവസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സ് ആയാലും OP സെക്ഷൻ ആയാലും മെറ്റീരിയൽസ് ആയാലും. റിപ്പീറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ജേണിയല്ല. കുറേ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. ചില എക്സാമിൽ നമ്മൾ വിചാരിച്ചതിലേറെ മാർക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓവർ എക്സൈറ്റഡ് ആവും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച അത്ര മാർക്ക് ഉണ്ടാവണം എന്നില്ല. പക്ഷെ എന്നാലും നമുക്കൊരു ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവണം, ഇത് കിട്ടണം, നമുക്കൊരു ഡോക്ടർ ആവണം. ആ ഒരു ആഗ്രഹം വെച്ച് നമ്മൾ മുന്നോട്ട് പോവാം. ഈ വർഷം ഇപ്പോൾ നിങ്ങൾ വിചാരിച്ച അത്ര മാർക്ക് കിട്ടാത്ത പലരും ഉണ്ടാവും. അപ്പോൾ ഒരു വർഷം കൂടെ ഇനിയും റിപ്പീറ്റ് ചെയ്യണോ, ഒരു വർഷം കൂടെ കളയണോ എന്നൊക്കെ ആലോചിക്കുന്ന കുട്ടികളുണ്ടാവും. എനിക്ക് അവരോടാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ചെറിയൊരു ആഗ്രഹമുണ്ട് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. കാരണം കഴിഞ്ഞ വർഷം എൻ്റെ സ്കോർ 576 ആയിരുന്നു. അപ്പോൾ ഞാൻ BDSന് പോകണോ അതോ വേറെ വല്ല കോഴ്സിന് പോകണോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. ആ സമയത്ത് എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ടും അതേപോലെ സ്ഥാപനത്തിൻ്റെ സപ്പോർട്ടും കാരണമാണ് ഞാൻ ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്യാം, ഒന്നുകൂടെ എഴുതി നോക്കാം എന്ന് വിചാരിച്ചത്. അന്ന് അടുത്ത തീരുമാനം എന്തുകൊണ്ടും നന്നായി എന്ന് എനിക്കിന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് എനിക്കിന്ന് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്നത്. ആദ്യം തന്നെ ഈ വിജയത്തിലെത്താൻ എന്നെ സഹായിച്ച എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കുമാണ് ഞാൻ നന്ദി പറയുന്നത്. എൻ്റെ എല്ലാ തീരുമാനങ്ങൾക്കും അവരൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, എൻ്റെ നല്ലത് ആഗ്രഹിച്ച എല്ലാവർക്കും ഞാൻ ഇതിലൂടെ നന്ദി പറയുന്നു. താങ്ക് യു. എൻ്റെ പേര് ഫസീല. ഞാൻ അഫ്രൻ്റെ ഉമ്മയാണ്. മോൾക്ക് ഇത്രയും നല്ല റിസൾട്ടിലേക്ക് എത്തിക്കാൻ സഹായിച്ച ഹാർവസ്റ്റിനും ടീച്ചേഴ്സിനും മറ്റെല്ലാവർക്കും ഒരുപാട് നന്ദി പറയാണ്. മോൾ റിപ്പീറ്റ് ചെയ്ത സമയത്ത് അവളെ സ്കോർ വന്നത് ഒരു ബോർഡറിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇതിൽ ആലോചിച്ചപ്പോൾ ഇപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ തോന്നുന്നു ഹാർവസ്റ്റിൽ ചേർന്ന് പഠിക്കാമെന്നുള്ളത് നല്ലൊരു തീരുമാനമായിരുന്നു. ഇപ്പോൾ അവൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവളൊരു ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ ഒരു ഡോക്ടറാണെന്നുള്ളൊരു വലിയ സ്വപ്നം അവളെപ്പോഴും പറയുമായിരുന്നു. അതിലേക്ക് അവളെ സഹായിച്ചത് ഹാർവസ്റ്റാണ്, ടീച്ചേഴ്സാണ്. അവളെ എല്ലാ കാര്യത്തിലും അക്കാദമിക്കലി എന്ത് സംശയം ഉണ്ടെങ്കിലും ഒരുപാട് അവളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആസിയ പേരൻ്റ് ഈ പ്രായത്തിലൊരു മക്കളെ ഹോസ്റ്റലിലാക്കി പോരുമ്പോൾ സ്വാഭാവികമായിട്ടും പല ആശങ്കകളും ഉണ്ടാവും. പക്ഷേ ഈ 4 വർഷം ഹോസ്റ്റലിൽ നിന്നിട്ടും എല്ലാ കാര്യത്തിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഒന്നിലും ഒരു ഒരു വിഷമം വന്നിട്ടില്ല. ഇനി മുന്നോട്ടുള്ള പഠനത്തിലും ജീവിതത്തിലും നല്ല ഉന്നതിയിലെത്താൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം. ഒരിക്കൽ കൂടി ഹാർവസ്റ്റിനും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്.